ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കയ്യിലുള്ള വണ്ടീൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് അതിൻ്റെ MC കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ശ്രമമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മളെന്താക്കുക, മാസ്റ്റർ സിലിണ്ടറിൻ്റെ മുകളിൽ വരുന്ന 2 സ്ക്രൂ അതൊന്ന് കഴിച്ചെടുക്കുക. കഴിച്ചെടുത്താൽ തന്നെ നമുക്ക് മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ കാണാൻ പറ്റും, അതിൻ്റെ ഉള്ളിലെ ഓയിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക. ക്ലീനല്ല, അത് നമുക്ക് എന്താക്കുക, അത് ഊറ്റിയെടുത്തതിന് ശേഷം മൊത്തം ആ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അസംബ്ലി മൊത്തം കഴിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വരുന്ന റബ്ബർ ബൂട്ട് കഴിച്ചാൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് ഊരിയെടുത്താൽ തന്നെ നമ്മളെ പിസ്റ്റണും പിന്നും നമുക്ക് ഊരിയെടുക്കാം. അത് മാത്രമല്ല, മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് അഴുക്ക് ഒരു തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളെന്താക്കുക, പുതിയ MC കിറ്റിലുള്ള പുതിയ പിസ്റ്റണും സ്പ്രിങ്ങും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് MC കിറ്റ്. MC കിറ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഒരു ഓയിൽ ലെവലിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഓയിൽ ലെവലിൻ്റെ ഗ്ലാസ് ഇതിൽ വന്നത് വലിയ ഗ്ലാസ്സാണ്. പക്ഷേ നമ്മളെ MC കിറ്റിൽ വന്നത് വലിയ ഗ്ലാസ്സാണ്. പിന്നെ മാസ്റ്റർ സിലിണ്ടർ ഉള്ളത് ചെറിയ ഗ്ലാസ്സും. അപ്പോൾ ഗ്ലാസ്സിന് വലിയ കുഴപ്പമില്ലാത്തതിനെ കൊണ്ട് നമ്മളത് മാറ്റാൻ നോക്കുന്നില്ല. അപ്പോൾ പിസ്റ്റൻ്റെ മുകളിലെ സ്പ്രിങ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലിപ്പുണ്ട്, അത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ചെയ്താൽ മതി. ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അതിലാകും. പിന്നെ പുതിയ പിസ്റ്റണിലേക്ക് നമ്മളെന്താക്കുക, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഒന്ന് അപ്ലൈ ചെയ്താൽ നമ്മൾ ആ പിസ്റ്റൻ്റെ ഭാഗത്തേക്ക്, പിസ്റ്റൺ ഇടുന്ന ഭാഗത്തേക്ക് നല്ല സ്മൂത്തായിട്ട് അതിൽ കയറിയിരിക്കും. അപ്പോൾ പിസ്റ്റൺ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം ആ ക്ലിപ്പ് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിപ്പ് ആ ലോക്കിലേക്കൊന്ന് പ്രസ് ചെയ്താൽ ആ ലോക്ക് ഓക്കെ ആയിട്ട് വരും. നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം റബ്ബർ ബൂട്ട്, ആ പിസ്റ്റൻ്റെ മുകളിലേക്ക് റബ്ബർ ബൂട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും പിടിക്കാണ്ട് സെറ്റാവും. അപ്പോൾ ഇതാണ് ഏകദേശം നമുക്ക് മാസ്റ്റർ സിലിണ്ടർ പീസാക്കിയിട്ടുള്ള അവസ്ഥയാണിത്. ഇപ്പോൾ ഫിക്സാക്കി നമ്മൾ വണ്ടിയിലേക്ക് വെക്കാനുള്ള ശ്രമമാണ്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ബ്രേക്കിൻ്റെ കേബിളും ബ്രേക്കിൻ്റെ ലിവറും മാസ്റ്റർ സിലിണ്ടറിൻ്റെ ആ ഭാഗത്തേക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ പിന്നെ അതിലിട്ടിട്ട് അടിയിലൊരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കൊന്ന് കറക്റ്റ് പ്രസ് ചെയ്താൽ, പ്ലെയർ വെച്ച് പ്രസ് ചെയ്താൽ മതി, കറക്റ്റ് ആ ലോക്കിലേക്ക് കയറുന്നത്. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹാൻഡിൽ ബാറിൻ്റെ മുകളിലേക്ക് മാസ്റ്റർ സിലിണ്ടർ ഫിക്സ് ചെയ്യാൻ പോവാണ്. 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. പിന്നെ മാത്രമല്ല, ലിവറിൻ്റെ ബോൾട്ടും 10ൻ്റെ തന്നെയാണ്. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് അടിയിൽ നട്ടും ബോൾട്ടും വരുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല, മൊത്തം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നമ്മൾ ഇതിൽ ഓയിൽ ഒഴിക്കുന്ന വരെയാണ് കാണിക്കുന്നുള്ളൂ സിലിണ്ടറിൻ്റെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഈ 10ൻ്റെ ബോൾട്ട് നമ്മൾ ഈ ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടറിൻ്റെ കാര്യം ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റേക്ക് പൈപ്പിൻ്റെ കണക്ഷനും ഈ 2 സൈഡിലും വാഷർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. അതിലേക്ക് 12ൻ്റെ ബോൾട്ടാണ് അത് വരുന്നത്. അത് ഫിക്സ് ചെയ്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക്